അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മൊബൈൽ അദാലത്ത് വാൻ മൂവാറ്റുപുഴയിൽ പര്യടനം ആരംഭിച്ചു. സ്പെഷ്യൽ കോടതി ജഡ്ജി അനീഷ് കുമാർ PV വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. നിയമസഹായം വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി നടത്തുന്ന മൊബൈൽ വാൻ അദാലത്ത് മൂവാറ്റുപുഴ താലൂക്ക് സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പര്യടനം ആരംഭിച്ചു. സ്വത്ത് തർക്കം, കുടുംബ പ്രശ്നങ്ങൾ, സർക്കാർ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച പരാതികൾ, ബാങ്കുകളുമായി ബന്ധപ്പെട്ട പരാതികൾ തുടങ്ങിയവയ്ക്കാണ് അദാലത്തിൽ തീർപ്പ് കൽപ്പിക്കുക. പര്യടനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ താലൂക്ക് സർവീസ് കമ്മിറ്റി ചെയർമാനും സ്പെഷ്യൽ കോടതി ജഡ്ജിയുമായ അനീഷ് കുമാർ PV നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിലും എൽസായുടെ നേതൃത്വത്തിൽ മൊബൈൽ അദാലത്ത് നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് മൂവാറ്റുപുഴ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, വാഹനം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് 10 മണിയോടുകൂടി അദാലത്ത് നടക്കും. നമ്മൾ ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാ പെറ്റീഷൻസും പരാതികളും ഇവിടെ തീർപ്പേൽപ്പിക്കുന്നുണ്ട്. നമുക്ക് എത്ര 75ഓളം കേസുകൾ ഇവിടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വരുന്നു. നാളെ പത്തോളം പാമ്പാക്കുളത്താണ് മറ്റുള്ള സംസ്ഥാന ഭാഗത്തുമാകുന്നതാണ്. എല്ലാവിധ ആശംസകളും. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം ജോസഫ് ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് കോടതി സമുച്ചയത്തിൽ സ്പെഷ്യൽ അദാലത്ത് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി, പായിപ്ര, ആയവന, മഞ്ഞള്ളൂർ, കല്ലൂർക്കാട്, വാളകം, ആരക്കുഴ, ആവോലി പഞ്ചായത്തുകളിൽ നിന്നുമുള്ള 75ഓളം പരാതികൾ അദാലത്തിൽ പരിഗണിച്ചു. ഇതിൽ നിന്നും 22ഓളം പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു. 26-ന് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലും 27-ന് പാമ്പാക്കോട് പഞ്ചായത്തിലും പര്യടനം നടത്തുന്ന മൊബൈൽ അദാലത്ത് വാൻ അന്നേ ദിവസങ്ങളിൽ സ്പെഷ്യൽ അദാലത്തും സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.